ورحمة الله وبركاته. الحمد لله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، ما شاء الله كان، وما لم يشأ لم يكن، لا حول ولا قوة إلا بالله، عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقناكم ثم صورناكم ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لم يكن من الساجدين. قال ما منعك ألا تسجد إذ أمرتك؟ قال أنا خير منه، خلقتني من نار وخلقته من طين. قال فاهبط منها فما يكون لك أن تتكبر فيها فاخرج إنك من الصاغرين. قال حبيبنا وسيدنا محمد صلى الله عليه وسلم: إن أردتم الراحة وقت الموت من العطش والخروج مع الإيمان والنجاة من الشيطان فاحترموا هذه الشهور كلها بكثرة الصيام والندم على ما سلف من الآثام، واذكروا خالق الأنام تدخلوا جنة ربكم بسلام. بيض صحيفتك سوداء في رجب بصالح الأمل المنجي من اللهب. شهر حرام أتى من أشهر الحرم، إذا دعا الله داع فيه لم يخب. طوبى لعبد زكى فيه له عمل فكف فيه عن الفحشاء والريب. അവനുള്ള പാപം മുഴുവനും പൊറുക്കുന്നതാ, ശേഷിച്ച വയസ്സിൽ ഇസ്മത്തും നൽകുന്നതാ. അവനന്ത്യനാളിൽ വന്നു എന്നാ പിന്നെ ദാഹം അവനുണ്ടാകലില്ലതു തന്നെ. ഒരു കിഴവനിതു കേട്ടെന്നു സദസ്സിൽ നിന്ന് എഴുന്നേറ്റു തിരുനബിയോടുടൻ പറയുന്നു: അനുഷ്ഠിക്കുവാൻ കഴിവില്ലെനിക്കത് മുഴുവനും. അതിനുത്തരം നബി നൽകി പ്രസ്തുത വയസ്സനും അനുഷ്ഠിക്കണം അതിൽ
സൗന്ദര്യമിൽ നിന്നും അനുഷ്ഠിച്ചു എന്നാൽ തന്നെ മതികൊള്ളിന്നും ഒന്നിന് 10 പ്രതിഫലം ലഭിക്കുന്നത് മൂന്നിന് അപ്പോൾ 30 ലഭിക്കുന്നത് വഅലമു ഉമ്മത സയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനാദരവ് നിറഞ്ഞ അധ്യക്ഷൻ, മഹല്ലിന്റെ ഖത്തീബ് ഉസ്താദ്, മറ്റു പണ്ഡിത സഹോദരങ്ങൾ, കാരണവന്മാർ, മജ്‌ലിസ് നൂർ കമ്മിറ്റി സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിന്റെ നാൾ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മെയും നമ്മോട് ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളെയും വസിയത്ത് ചെയ്തവർ, സഹോദര സഹോദരിമാർ, ഉമ്മമാർ, പെങ്ങന്മാർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ, പ്രത്യേകിച്ച് ഇന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ അമ്മാവൻ ഹംസം സിയാർ, എല്ലാവരെയും നാളെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇരിക്കുന്ന ഓരോ നിമിഷങ്ങളും ഇബാദത്തിലായിട്ട് അല്ലാഹു രേഖപ്പെടുത്തുമാറാകട്ടെ. ഇതിലേക്ക് സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, മനസ്സുകൊണ്ടെങ്കിലും സാന്നിധ്യം അറിയിച്ചവർ, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഇരുലോകത്തും നൽകുമാറാകട്ടെ. അധ്യക്ഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ നേരിട്ട് പറഞ്ഞതല്ല, ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞല്ലോ, അല്ലാതെ നീട്ടിയ നാളെ പരീക്ഷ ഉണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ വൈകാതെ ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു ഏതായാലും പറയുന്നത് കേൾക്കുന്നത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ മഹാന്മാരായിരിക്കുന്ന അസ്ഹാബുൽ ബദറിനെ അവരുടെ നാമങ്ങൾ ഒരുവിട്ട മജ്‌ലിസാണ്. അതുപോലെ തന്നെ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ വളരെ പവിത്രമാക്കപ്പെടുന്ന ദിനരാത്രങ്ങളിലുമാണ്. അല്ലാഹു അതിന്റെയൊക്കെ ബറക്കത്തോട് നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ റജബുൻ ഷഹറുല്ലാഹി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ മാസമാണ്. ആ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ മാസത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എവിടുന്ന് തുടങ്ങണം എന്ന് അറിയില്ല. കാരണം റജബിന്റെ മഹത്വം പറഞ്ഞാൽ തന്നെ ഒരുപാട് പറയാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതനായ മഹാനായ ഇമാമുന ഷാഫിഈ തങ്ങളുടെ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന മാസം, നമ്മുടെ ആത്മീയ നേതാവാകുന്ന ഇന്ത്യയുടെ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ-ബിസ്തി അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സർറുൽ അസീസ് തങ്ങളുടെ ഉറൂസിന്റെ മാസം. പറയാൻ ഒരുപാട് പറയാനുണ്ട്. പരിശുദ്ധ റജബ് ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട 1-2 വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ റജബ് അള്ളാഹുവിന്റെ മാസമായി പരിചയപ്പെടുത്തിയ മാസമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള മാസങ്ങളെ പോലെയല്ല, ആ മാസത്തിന് പ്രത്യേകമായ ആദരവും ബഹുമാനവുമുണ്ട്. ആ ആദരവും ബഹുമാനവും നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്നതാണ് ഇന്നത്തെ എന്റെ സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. റജബ് എന്ന് പറയുന്ന ആ പദം തർജീബ് എന്ന് പറയുന്ന അറബി പദത്തിൽ നിന്ന് എടുത്തതാണ്. സാറുമാർക്കൊക്കെ അറിയാം. തർജീബ് എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക, ആദരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ് മാസം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോമ്പെടുക്കുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്, മറ്റുള്ള ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഈ കർമ്മങ്ങളിലൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ 2 ലക്ഷ്യങ്ങളെ അള്ളാഹു മുൻനിർത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഏത് ഇബാദത്തെടുത്താലും അള്ളാഹുവിനതിൽ 2-ആൽ ഒരു ലക്ഷ്യമായിരിക്കും ഉണ്ടാകുക. നമ്മൾ 5 വക്ത് നിസ്കരിക്കുമ്പോ അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോ
ആ നിസ്കാരങ്ങളിലൂടെ അള്ളാഹു ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, അള്ളാഹു മഹത്വപ്പെടുത്തിയതിനെ മഹത്വപ്പെടുത്തുക എന്നതാണ്. നമ്മൾ നിസ്കാരത്തിലേക്ക് നിയ്യത്ത് വെച്ചുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് നമ്മൾ കടക്കുമ്പോ ആദ്യമായി കൊണ്ട് നമ്മൾ പറയുന്നത് അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അവന്റെ മുകളിൽ ഒരാളില്ല. എല്ലാ നിയന്ത്രണങ്ങളും അധികാരങ്ങളും ആ റബ്ബിന്റെ കയ്യിലാണ്. അല്ലാഹുവാണ് അധിപനായിട്ടുള്ളത്. അവനാണ് ഏറ്റവും വലിയ നേതാവും ഏറ്റവും വലിയ സർവാധിപതിയും ചക്രാധിപതിയും അവനാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ആദ്യമായി കൊണ്ട് സ്മരിക്കുന്നത് അല്ലാഹു അക്ബർ, നീയാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതാ വജ്ഹത്തു ദുആഉൽ ഇഫ്തിതാഹാകുന്ന വജ്ഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. ആ ദുആ നമ്മൾ ചൊല്ലുമ്പോഴും അല്ലാഹുവിലേക്ക് നമ്മൾ മുന്നിടുകയാണ്. എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ എല്ലാം റബ്ബിലേക്ക് തിരിച്ചുകൊണ്ട് ഞാൻ ഒന്നുമല്ല എന്നുള്ള ബോധ്യത്തോടുകൂടെ അള്ളയാണ് എനിക്ക് എല്ലാം, എന്റെ എല്ലാ സത്യെല്ലാ നിലക്കും സത്യച്ച് പരിപാലിക്കുന്നവനാ റബ്ബാണ് എന്ന ബോധ്യത്തോടെ ആ അള്ളാഹുവിന്റെ സ്ഥാനത്തിനെ നമ്മൾ ഉയർത്തുകയാണ്, അള്ളാഹുവിനെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഫാത്തിഹയിലേക്ക് കടക്കുമ്പോഴും ആ ഫാത്തിഹയിലും ഓരോ ആയത്തുകളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തുകയാണ്, അള്ളാഹുവിനെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവേ നിന്റെ കാരുണ്യം, ആ കാരുണ്യം കൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അല്ലാഹ് എന്റെ ജീവിതത്തിൽ നിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ, അവിടുത്തെ കാരുണ്യം കൊണ്ടല്ലാതെ എന്റെ ജീവിതത്തിലൊന്നും നടക്കാനില്ലല്ലോ. അവിടുത്തെ കാരുണ്യമില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ ചെയ്തു കൂട്ടുന്ന സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ചിട്ട് റബ്ബേ, ഈ സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞാൽ അല്ലാഹുവേ ഞാൻ ചെയ്ത ഇബാദത്തുകൾക്ക് പകരമായി കൊണ്ട് എനിക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ല മുഅ്മിനേ, ഇല്ല. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. അതല്ലേ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ റബ്ബിന്റെ നാമത്തിനെ നമ്മൾ ഉയർത്തുകയാണ്, ആ റബ്ബിന്റെ പരിശുദ്ധിയെ നമ്മൾ ഉയർത്തി പ്രഖ്യാപിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക രക്ഷിതാവായ അല്ലാഹ്, നീയാണ് ഇവിടെ ഭരിക്കുന്നവൻ, നീയാണ് സംരക്ഷിച്ചു പരിപാലിക്കുന്നവൻ. നിന്റെ സ്തുതിയാണ്, നിനക്കാണ് എല്ലാ സ്തുതികളും എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ റബ്ബിനെ പുകഴ്ത്തലാണ്, ആ റബ്ബിനെ മഹത്വപ്പെടുത്തലാണ്. ഇങ്ങനെ നിസ്കാരത്തിന്റെ ഓരോ ആയത്തുകളിൽ, ഫാത്തിഹയുടെ ഓരോ ആയത്തുകളിലൂടെയും കടന്നു പോകുമ്പോ മാലിക് യൗമിദ്ദീൻ, നാളത്തെ ലോകത്തിന്റെ അധിപനായ റബ്ബേ, ഒരാൾക്കും ഒരു അധികാരവും ഇല്ലാത്ത സർവാധിപതിയായി എല്ലാം അടക്കി ഭരിക്കുന്ന റബ്ബിന്റെ സാന്നിധ്യത്തിൽ നാളെ നിൽക്കേണ്ടി വരുമല്ലോ. ആ റബ്ബിനല്ലാതെ അധികാരമില്ലാത്തൊരു ലോകമുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ റബ്ബിനെ മഹത്വപ്പെടുത്തുന്ന ആയത്തുകളിലൂടെ നമ്മൾ കടന്നുപോയിട്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നീയാണ് എല്ലാത്തിനും എല്ലാ ഇബാദത്തുകളും അർഹനായിട്ടുള്ളത്, നീയാണ്, നീ മാത്രമാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളത്. ഒരാളും നിനക്ക് പങ്കുകാരില്ല എന്ന് ഉറക്കെ ഉച്ചരിത്തരം പ്രഖ്യാപിച്ചുകൊണ്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ സഹായം തേടാനുള്ളൂ, മറ്റൊരാൾക്കും സഹായിക്കാൻ നിനക്കത് കഴിയില്ല. നിന്റെ സഹായമല്ലാതെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, മറ്റൊരാൾക്കും ആ സഹായത്തിൽ ഇടപെടാനില്ലല്ലോ എന്ന് പറഞ്ഞ് ആ റബ്ബിനെ മഹത്വപ്പെടുത്തുന്ന നിസ്കാരത്തിലൂടെ നമ്മൾ ഓരോ ദിവസവും 5 വഖ്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ മുഅ്മിനേ, ആ നിസ്കാരത്തിലൂടെ അല്ലാഹു ലക്ഷ്യം വെക്കുന്നത് അല്ലാഹുവിനെ മഹത്വപ്പെടുത്തലാണ്. നിസ്കാരത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നതാണ് അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ ഹജ്ജ് ചെയ്യാറുണ്ട്, പലരും ഹജ്ജ് ചെയ്ത ആളുകൾ ഉണ്ടാവും, അല്ലാഹു കബൂലാക്കട്ടെ. ഉംറക്ക് പോയവരുണ്ടാവും,
അതിലും നമുക്ക് ഓരോ കർമ്മങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എല്ലാ ഇബാദത്തുകളും അല്ലാഹുവിനാണെങ്കിലും ആ ഇബാദത്തുകൾക്ക് പുറകിലുള്ള രഹസ്യം എന്ന് പറയുന്നത് അല്ലാഹുവിനെ ആദരിക്കലും അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കലുമാണ്. ഇഹ്റാം കെട്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് കഅബത്തു ശരീഫ, ആ കഅബയുടെ 4 ഭാഗത്തും നമ്മൾ ചെന്നുകൊണ്ട് നമ്മൾ തവാഫ് ചെയ്യും. ഇന്ന അവ്വല ബൈത്തിൻ ഉളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. ആ കഅബാലയത്തിന്റെ 4 ഭാഗത്തും നമ്മൾ 7 തവണ നമ്മൾ സഅയ് ചെയ്യുമ്പോ ലോകത്തിന്റെ നാനാദിക്കുകളിലൂടെ സഞ്ചരിക്കുമ്പോ അമ്പരച്ചുംബകളായ പള്ളികൾ നമുക്ക് കാണാം. എത്രയോ ആഡംബര സമാനതേ അതേ കൊട്ടാര സമാനമായ എത്രയോ പള്ളികൾ നമുക്ക് കാണാൻ സാധിക്കാറില്ലേ? അതേ 4 ഭാഗത്തും തവാഫ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ മഹത്വം കൽപ്പിച്ച് നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ചെറിയ സാധാരണ കെട്ടിടമെന്ന് മനസ്സിലാക്കുന്ന കാഴ്ചയിൽ ഒരു സാധാരണ കെട്ടിടമായി മനസ്സിലാക്കുന്ന കഅബത്തു ശരീഫയുടെ 4 ഭാഗത്തും നമ്മൾ തവാഫിന് വേണ്ടി സഞ്ചരിക്കുമ്പോ അതിലൂടെ നമ്മൾ ചെയ്യുന്നത് അല്ലാഹു മഹത്വപ്പെടുത്തിയ കഅബ, ആ കഅബയെ നമ്മൾ മഹത്വപ്പെടുത്തലാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ അതേ മഖാം ഇബ്രാഹിമിന്റെ പുറകിൽ വന്ന് 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. അല്ലാഹു ആദരിച്ചു എന്നതാണ് അതിന്റെ കാരണം. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ, അതിന്റെ പുറകിൽ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അല്ലാഹു മഹത്വപ്പെടുത്തിയതിനെ മഹത്വപ്പെടുത്തലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഹജറുൽ അസ്വദ് ചൂണ്ടിക്കാൻ നമ്മൾ പോകാറുണ്ട്. അല്ലാഹു ആദരിച്ച കല്ലാണ്, സ്വർഗത്തിൽ നിന്ന് അല്ലാഹു ഇറക്കിയ കല്ലാണ്. അല്ലാഹു ആദരിച്ചതുകൊണ്ട്, ഹബീബായ തങ്ങൾ ആദരിച്ചതുകൊണ്ട് ആ കല്ലിനെ നമ്മൾ ബഹുമാനിക്കുന്നു, നമ്മൾ ചുംബിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫാ മർവ കുന്നുകളിലേക്ക് പോകുമ്പോ ഒരുപാട് സ്മരണകൾ കിടന്നുറങ്ങുന്ന ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെയും ആ സ്മരണങ്ങൾ കിടന്നുറങ്ങുന്ന സഫാ മർവ കുന്നുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴോ അതിലൂടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അല്ലാഹു മഹത്വപ്പെടുത്തിയവരെ മഹത്വപ്പെടുത്തലാണെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ സംസാരിക്കുമ്പോ, നമ്മൾ പ്രസംഗം കേൾക്കുമ്പോ, ഇൽമിന്റെ മജ്‌ലിസിലിരിക്കുമ്പോ ഒന്ന് മനസ്സിലാക്കണേ, പരിശുദ്ധ റജബ് അല്ലാഹു ആദരിച്ച മാസമാണ്. അല്ലാഹുവിന്റെ ഇബാദത്തുകളിലെ പ്രത്യേകമായ 2 ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തെ ലക്ഷ്യമായി അല്ലാഹു പരിചയപ്പെടുത്തുന്നത് അല്ലാഹുവിനെ ആദരിക്കുക. അതിന്റെ ഭാഗമാണ് അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കാനുള്ള ഒരു മനസ്സ് അത് നമുക്കുണ്ടാകണം. ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. പരിശുദ്ധമായ റജബ് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അതാണ്. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക. അല്ലാഹു ആദരിച്ചാൽ അതിൽ നമ്മൾ മറ്റൊരു അസൂയയോ അല്ലെങ്കിൽ ഒരു കുശുമ്പോ നമ്മുടെ മനസ്സിൽ കരുതിയിട്ട് അതിന് മാറ്റിവെക്കാൻ പാടില്ല. അല്ലാഹു എന്തിനെ ആദരിച്ചോ അത് നമ്മൾ ആദരിക്കണം. ഹജറുൽ അസ്വദാകുന്ന കല്ലിനെ നമ്മൾ ആദരിച്ചത്, അതിന് നമ്മൾ ചുംബിക്കുന്നത്, പ്രത്യേക മഹത്വത്തോടുകൂടെ നമ്മൾ അതിന് സന്ദർശനം നടത്തുന്നത് അല്ലാഹു ആദരിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആദരിച്ചതിനെ ആദരിക്കാനുള്ള ആ ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അത് തഖ്വയുടെ അടയാളമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വമൻ യഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ശിആറുകളെ നിങ്ങൾ ബഹുമാനിക്കണേ. ആ ബഹുമാനിക്കുന്നത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് തഖ്വയുള്ള ഹൃദയങ്ങളിൽ നിന്നാണ് ആ ബഹുമാനം ഉണ്ടാകുന്നത്. തഖ്വയുള്ളവർക്കേ ബഹുമാനിക്കാൻ കഴിയൂ, തഖ്വയുള്ളവർക്കേ ആദരിക്കാൻ കഴിയൂ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു ആദരിച്ചതിനെ ആദരിച്ചാൽ അല്ലാഹു ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി ആദരിക്കുന്നതാണ്. അല്ലാഹു ബഹുമാനിച്ചതിനെ നിസ്സാരപ്പെടുത്തിയാലോ
അള്ളാഹു അധമന്മാരിൽ അധമനായിക്കൊണ്ട് നിസാരരിൽ നിസാരനായിക്കൊണ്ട് അള്ളാഹു തരം താഴ്ത്തി കളയുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിയില്ലേ, ബിശ്റുൽ ഹാഫി എന്ന് പറയുന്ന ഒരു മഹാൻ ആരിഫീങ്ങളുടെ ലോകത്ത്, ഔലിയാക്കളുടെ ലോകത്ത് അറിയപ്പെടുന്ന മഹാനാണ് മഹാനായ ബിശ്റുൽ ഹാഫി. മഹാനവറുകളുടെ പേര് ബിശ്ർ എന്നാണ്, വാപ്പാന്റെ പേര് ഹാരിസ് എന്നാണ്. പക്ഷെ അദ്ദേഹം അറിയപ്പെടാറുള്ളത് ബിശ്റുൽ ഹാഫി എന്നാണ്. ഹാഫി എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ധരിക്കാത്ത ആള് എന്നാണ് അർത്ഥം. അതിനൊരു സംഭവം മഹാന്മാര് പഠിപ്പിക്കുന്നതിലാണ്. ബിശ്റുൽ ഹാഫി എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഒരു ദിവസം ഒരു ചെരുപ്പ് കേട് വന്നിട്ട് തൊട്ടു കൂടെയുള്ള ആ ചെരുപ്പുമായി ഒരു കടയിലേക്ക് കയറി ചെല്ലുകയാണ്. കടയിൽ ചെന്നിട്ട് ചോദിച്ചു, ഇതിന്റെ തുണയായിട്ട് ഇടാൻ പറ്റിയ ഏതെങ്കിലും ഒരു ചെരുപ്പുണ്ടെങ്കിൽ എനിക്ക് നൽകണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ആ കടയിലുള്ള ഒരു അടിമ, ആ അടിമപ്പെണ്ണ് പറഞ്ഞു അത്രേ, നിങ്ങൾക്ക് നല്ല രണ്ട് ചെരുപ്പ് ധരിച്ച് നല്ല രണ്ട് ചെരുപ്പ് മേടിച്ച് ധരിച്ചുകൂടെ മനുഷ്യ എന്ന് ചോദിച്ചപ്പോ ആ ബിശ്റുൽ ഹാഫി എന്ന് പറയുന്ന ആ മഹാൻ പറഞ്ഞു അത്രേ, അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് ഞാൻ എങ്ങനെയാണ് ചെരുപ്പ് ധരിച്ച് നടക്കുക, അതിന് മാത്രം അഹങ്കാരം എനിക്കില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്ന മഹാനായ ബിശ്റുൽ ഹാഫി. ആ മഹാനവറുകൾ ഔലിയാക്കളുടെ ലോകത്ത് അറിയപ്പെട്ട മഹാനാണ്. ആ ഉന്നതമായ സ്ഥാനത്തിലേക്ക് ആ മഹാൻ എത്താനുള്ള കാരണം എന്താണെന്നറിയോ? മഹാനവറുകൾ കള്ളുടിച്ച് നടന്നിരുന്ന ആളാണ്. എല്ലാ ഹറാമുകളും തന്റെ ജീവിതത്തിലുണ്ട്. എല്ലാ ഹറാമായ പ്രവർത്തനങ്ങളും അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടന്നിരുന്ന ബിശ്റുൽ ഹാഫി എന്ന് പറയുന്ന ആ മനുഷ്യൻ, അതേ പിൽക്കാലത്ത് ഔലിയാക്കളുടെ നേതാവായ ഔലിയാക്കളിൽ അറിയപ്പെട്ട ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയ ബിശ്റുൽ ഹാഫി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ചരിത്രം അറിയുമോ സഹോദരങ്ങളെ? ആ ബിശ്റുൽ ഹാഫി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ദിവസം ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാ. തന്റെ കൂട്ടുകാരോടൊത്തൊരു വഴിയിലൂടെ ഇങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആളുകളൊക്കെ നടന്നു പോകുന്ന വഴിയാണ്. ആളുകൾ അവരുടേതായ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ബിശ്റുൽ ഹാഫി തങ്ങളുടെ കണ്ണിലതാ ഒരു പ്രത്യേകമായ ഒരു കടലാസ് കണ്ണിൽ പെടുകയാണ്. ഒരു വെളുത്ത കടലാസ്, ചളിയിൽ പുരണ്ടു കിടക്കുന്ന കടലാസ് കാണുമ്പോ മഹാനവറുകളെ പ്രത്യേകമൊന്ന് നോട്ട് ചെയ്യുകയാണ്. പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ കടലാസിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ നാമമുള്ള പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്താണ് അതിലെഴുതിയിട്ടുള്ളത്. ഇത് കണ്ടപ്പോ മഹാനവറുകൾ കള്ളം കുടിച്ചു നടന്നിരുന്ന, അതേ വ്യഭിചാരങ്ങൾക്ക് കൂട്ടുനിന്നിരുന്ന, ഹറാമുകളിലൂടെ ജീവിതം നയിച്ചിരുന്ന ബിശ്ർ എന്ന് പറയുന്ന മനുഷ്യന്റെ ഹൃദയത്തിലൊരാ ഒരു സങ്കടം വരികയാ, ഒരു വിഷമം വരികയാ. മഹാനവറുകൾ ഇങ്ങനെ ചിന്തിക്കുകയാ, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ നാമമാണല്ലോ ഖുർആനിന്റെ അതേ ആയത്താകുന്ന ഫാത്തിഹയിൽ ആയത്താണല്ലോ ബിസ്മി. ആ ബിസ്മിയെ ഇങ്ങനെ തളിയിട്ട് കൊണ്ട് ചവിട്ടിക്കൊണ്ട് കിടക്കുന്നത് കാണുമ്പോ അതെ ആ മനുഷ്യനതാ ആ കടലാസെടുത്ത് കൊണ്ട് ശുദ്ധീകരിക്കുകയാ. ആ കടലാസെടുത്ത് കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചതിന് ശേഷം അതാ ആ മനുഷ്യനതാ തന്റെ പോക്കറ്റിലേക്ക് ഇട്ടതിന് ശേഷം മഹാനവറുകൾ ഇങ്ങനെ നടക്കുകയാ. മഹാനവറുകളുടെ മനസ്സിലെന്തോ സങ്കടമുണ്ട്. ആരൊക്കെയോ എന്തൊക്കെയോ ചിന്തിച്ചു നടന്നിരുന്ന സമയത്ത് മഹാനവറുകളുടെ മനസ്സിലേക്ക് അല്ലാഹു തോന്നിച്ചു കൊടുക്കുകയാ. അല്ലാഹ് എന്ന് പറയുന്ന ആ നാമത്തിനെ ബഹുമാനിക്കണം. അല്ലാഹ് എന്ന് പറയുന്ന നാമത്തിനെ ബഹുമാനിക്കാൻ വേണ്ടി മഹാനായ ബിശ്റുൽ ഹാഫി തങ്ങൾ അതിനെ കഴുകിക്കൊണ്ട് അതാ വെള്ളത്തിലിട്ട് ശുദ്ധമായി കഴുകിയതിന് ശേഷം നല്ല അത്തറിട്ട് കൊണ്ടതാ കടലാസിനെ അതാ അവിടുന്ന് നല്ല സുഗന്ധമൊഴിച്ചുകൊണ്ട് തന്റെ പോക്കറ്റിലേക്ക് വെക്കുകയാ. നേരെ പോകുന്നു തന്റെ വീട്ടിന്റെ സാങ്കേതിക വീട്ടിലേക്ക് കടന്നു ചെന്നതിന് ശേഷം ബിശ്റുൽ ഹാഫി തങ്ങൾ ചെന്നറിയുമോ? മഹാനവറുകളെ വീട്ടിലേക്ക് കടന്നു ചെന്നതിന് ശേഷം അല്ലാഹ് എന്ന പേരുള്ള കടലാസില്ലേ, ആ കടലാസ് എടുത്തുകൊണ്ടതാ ഉയർന്നതായ ഒരു സ്ഥലത്തേക്ക് ഉയർത്തി വെക്കുകയാ. ഉയർന്നതായ ഒരു സ്ഥലത്തേക്ക് എടുത്തു വെക്കുകയാ. അതിനോടുള്ള പൂർണ്ണമായ ബഹുമാനം നൽകുകയാ. അങ്ങനെ അന്ന് രാത്രി കിടന്നിറങ്ങുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്
എല്ലാ ദിവസവും കിടന്നുറങ്ങാറുള്ളതുപോലെ അന്നും സ്വാഭാവികമായി കിടക്കം കിടന്നപ്പോ അതാ രാത്രി അതാ സ്വപ്നത്തിലൂടെ ഒരാൾ കടന്നു വന്നുകൊണ്ട് പറയുന്ന യാ ബിസ്ർ ബിനുൽ ഹാരിസ്, ഓ ബിസ്ർ ബിൻ ഹാരിസ് തങ്ങളെ റഫഅത ഇസ്മനാ അനിത്തരീഖ്, നിങ്ങളുടെ വഴിയിൽ നിന്ന് അല്ലാഹ് എന്ന പേരുള്ള നാമം കിട്ടിയപ്പോ ആ അല്ലാഹ് പേരുള്ള നാമത്തിനെ നിങ്ങൾ ബഹുമാനിച്ചുവല്ലേ, നിങ്ങൾ ആദരിച്ചുകൊണ്ട് നല്ല ഉയർന്ന സ്ഥാനത്ത് ഒരാൾക്കും നജസുമായി ബന്ധപ്പെടാൻ കഴിയാത്ത നല്ലൊരു സ്ഥാനത്തേക്ക് നിങ്ങൾ ഉയർത്തി വെച്ചുവല്ലേ. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹ് എന്ന് പറയുന്ന നാമത്തിനെ നിങ്ങൾ ആദരിച്ചതിന്റെ പേര്, അല്ലാഹ് എന്ന് പറയുന്ന ആ ഇസ്മിനെ നിങ്ങൾ ബഹുമാനിച്ചതിന്റെ പേരില് റസൂലേ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഉന്നതമായ പദവി നൽകിയിരിക്കുന്ന ബിശ്റേ. എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹ് എന്ന് പറയുന്ന ഒരു നാമത്തിനെ ബഹുമാനിച്ച് ആദരിച്ച് ഉയർന്നതായ ഒരു സ്ഥലത്ത് കയറ്റി വെച്ചതിന്റെ പേരില് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന കൂട്ടത്തില് ഔലിയാക്കളുടെ നേതാക്കളിൽ അറിയപ്പെടുന്ന ഒരാളായി അതേ ബിശ്റുൽ ഹാസിത്തങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആദരവിന്റെ ഗുണമായിരുന്നു. അല്ലാഹു ആദരിച്ചതിനെ ആദരിച്ചു എന്ന ഗുണമായിരുന്നു. ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടേ മുഅ്മിനെ, ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടേ. അല്ലാഹു നൽകുന്ന ഒരു ഔദാര്യമാണത്. അതിലെ ആയത്തിലൂടെ ഞാൻ നേരത്തെ ഓതി വെച്ചത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അല്ലാഹുവിന്റെ തഖ്വ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കല്ലാതെ അല്ലാഹുവിന്റെ ശിആറുകളെ ആദരിക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളോട് മസ്അലകൾ പറയുമ്പോ ബാത്റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തഅലീമുള്ള ബഹുമാനമുള്ള അള്ളാഹുവിന്റെ നാമങ്ങളോ അത് എഴുതിയതൊന്നും കൊണ്ടുപോകരുത് നമ്മളോട് പറയാറുണ്ട്. ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. നമ്മൾ ആരത് ശ്രദ്ധിക്കാറില്ല, ആരത് പരിഗണിക്കാറില്ല. അങ്ങനെ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളൊക്കെ വീട്ടിൽ മുസ്ഹഫ് ഉണ്ടാകും. ആ മുസ്ഹഫ് നമ്മൾ എവിടെയാണ് വെക്കാറുള്ളത്? ബഹുമാനിക്കേണ്ട അള്ളാഹുവിന്റെ ആയത്തുകളുള്ള നാമമുള്ള അള്ളാഹു ബഹുമാനിച്ച അള്ളാഹുവിന്റെ കലാം, ആ കലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ വീടുകളിൽ എവിടെയാണ് അതിന് സ്ഥാനമുള്ളത്? മിക്കവാറും മറ്റുള്ള ബുക്കുകളൊക്കെ കൊണ്ടുപോയി വെക്കുന്നതിന്റെ ഇടയിലിട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മളൊക്കെ വീട്ടിലെ അവസ്ഥ അതാണ്. ആ ഖുർആനിൽ നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം ഏറ്റവും ഉയർന്ന സ്ഥലത്ത് മറ്റൊന്നും എത്തിപ്പെടാത്ത നല്ല ഉന്നതമായ സ്ഥലത്തായിരിക്കണം ആ ഖുർആനിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ മദ്രസയിലേക്ക് പോകുമ്പോൾ ഖുർആൻ എവിടെ വെക്കാറുള്ളത്? മുമ്പൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തില് മുസ്ഹഫ് ഉണ്ടെങ്കിൽ കയ്യിൽ ഇങ്ങനെ പൊന്തിച്ചു പിടിക്കും. അന്ന് ബാഗൊന്നുമില്ല. ഇന്നങ്ങനല്ല. ഇന്ന് എല്ലാം മദ്രസക്ക് പോകുമ്പോഴും ബാഗാണ്, സ്കൂൾക്ക് പോകുമ്പോഴൊക്കെ ബാഗാണ്. അതിങ്ങനെ പുറത്തോ അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടാൻ നമ്മളെ ചന്തിയുടെ ഒക്കെ താഴ്ഭാഗത്തേക്ക് വരുന്ന രൂപത്തിലൊക്കെയാണ് നമ്മൾ ഇസ്ലാമിക ബുക്കുകളിലേക്ക്, മദ്രസയിലെ ബുക്കുകൾ, കിതാബുകൾ, ഖുർആനുകളൊക്കെ വെക്കാറുള്ളത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹ് എന്ന് പറയുന്ന ഒരു നാമം ബഹുമാനിച്ചതിന്റെ പേരിൽ ദുനിയാവിൽ അല്ലാഹു ഉന്നതമായ ഔലിയാക്കളുടെ പദവിയും നാളെ ആഖിറ ലോകത്ത് ഉന്നതമായ സ്ഥാനവും അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ബഹുമാനത്തിന് അല്ലാഹു കൊടുക്കുന്ന പ്രാധാന്യം, അതാണ് ഞാൻ പറഞ്ഞത്. ഇബാദത്തുകളിലൊക്കെ അല്ലാഹു ലക്ഷ്യം വെക്കുന്നത് ആ ബഹുമാനം പഠിപ്പിക്കാനാണ്, ആ ആദരവ് നമ്മെ പഠിപ്പിക്കാനാണ്. ഇന്ന് ഇല്ലാതെ പോയതും അത് തന്നെയാണ്. ഇന്ന് റീൽസുകളുടെ കാലമാണ് അല്ലെ? കളിയാക്കലാണ് റീൽസുകൾ. മറ്റുള്ളവരെ കളിയാക്കുക, തരം താഴ്ത്തുക. അതല്ലെങ്കിൽ ആദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സ്വഭാവം എന്ന് പറയുന്നത് കിബറാണ്, അഹങ്കാരം, പരിഹസിക്കൽ. ഇതൊക്കെയാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ നമുക്ക് കാണാൻ കഴിയുക. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത്. ആ റീൽസുകളൊക്കെ കണ്ട് നമ്മൾ അട്ടഹസിച്ച് ചിരിക്കും. പിതാവിനെ അടിക്കുന്നതായിരിക്കും, മാതാവിനെ തെറി പറയുന്നതായിരിക്കും, ഉസ്താദുമാരുടെ കുറ്റം പറയുന്നതായിരിക്കും. ഇങ്ങനെയാ ഇന്നത്തെ റീൽസുകളൊക്കെ ഉള്ളത്. നമ്മൾ കമന്റ് ഇടും, ലൈക്ക് അടിക്കും, അതിനെ അനുകൂലിച്ചു കൊടുക്കും. പക്ഷെ അതിലൂടെ നമ്മുടെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കുണ്ടായിരുന്ന ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിൽ കോട്ടം കുറവ് വരുന്നുണ്ട്. വൈബ് കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. അള്ളാഹു നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം ഉയരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന തിന്മകൾക്കും നമ്മൾ ചെയ്യുന്ന അരുതായ്മകൾക്കും അനുസരിച്ചുകൊണ്ട് നമ്മുടെ ദറജ അള്ളാഹുവിന്റെ അടുക്കൽ കുറയുന്നുമുണ്ട്. അള്ളാഹു നമ്മുടെ സ്ഥാനം വർദ്ധിപ്പിക്കുമാറാകട്ടെ. അപ്പൊ ഖുർആനിനെ ബഹുമാനിക്കണം.
പണ്ടൊക്കെ ഉസ്താദന്മാര് ബോർഡിൽ ചോക്കേറ്റ് ഖുർആൻ എഴുതിയാൽ ഖുർആൻ എഴുതാൻ മടിച്ചിരുന്ന ഉസ്താദന്മാരുണ്ടായിരുന്നു. കാരണം ഖുർആൻ എഴുതി കഴിഞ്ഞാൽ അത് മായ്ച്ചു കഴിഞ്ഞാൽ അതിന്റെ പൊടി നിലത്തേക്ക് വീണാൽ അത് അനാദരവായി പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ നിലക്ക് ബഹുമാനിക്കുന്ന ഉസ്താദുമാർ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ മുസാഫൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിച്ച് അല്പം കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് കേടുവരുന്ന രൂപത്തിലേക്ക് മുസാഫുകൾ ധാരാളം നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പഴയ മുസാഫുകൾക്കൊന്നും സ്ഥാനമില്ല. അതൊക്കെ നമ്മൾ ആക്രി കച്ചവടക്കാരെ കാത്തിരിക്കുക. അടുത്തൊരു ഉസ്താദ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആക്രി കടയിൽ ചെന്നപ്പോ അതിൽ ഭൂരിഭാഗവും പരിശുദ്ധ ഖുർആനിന്റെ ഏടുകൾ എന്ന് ആ സഹോദരൻ പറഞ്ഞപ്പോ വല്ലാതെ വേദന വന്നുപോയി. നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച ആക്രി കച്ചവടക്കാരന്റെ അടുത്ത് നമ്മൾ ക്യാഷിന് വിറ്റ് പറഞ്ഞയച്ച ഖുർആൻ, ആ ഖുർആൻ പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു. കഴിഞ്ഞ ന്യൂ ഇയറിന് എത്രയോ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് പടക്കം പൊട്ടിച്ചു. ആ പടക്കം വരെ ഉണ്ടാക്കുന്നത് ഖുർആനിന്റെ കഷ്ണങ്ങളായിരുന്നു എന്ന് സോഷ്യൽ മീഡിയ നമ്മളൊക്കെ കണ്ടതാണ്, വായിച്ചതാണ്. അതിനൊക്കെ ഉത്തരവാദി ആരാണ്? അതിനൊക്കെ മറുപടി പറയേണ്ടത് ആരാണ്? നമ്മളാണ്. നമ്മളത് ശ്രദ്ധിക്കണം. ഖുർആൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതാണ്. അതിന് ഉന്നതമായ സ്ഥാനത്ത് നമ്മൾ ആദരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആദരവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ആദരവുണ്ടെങ്കിൽ ദുനിയാവും രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടും. അതല്ല, ആദരവില്ലെങ്കിൽ നമ്മുടെ ദുനിയാവും മോശമാണ്, ആഖിറവും നമുക്ക് നഷ്ടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അബൂനാ അബുൽ ബസർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പോൾ നമ്മൾ കേൾക്കാറുള്ള സംഭവമാണല്ലോ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു പറഞ്ഞു, ഉസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസേ. അതേ, അവിടുന്ന് മലക്കുകൾ മുഴുവൻ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, ഉസ്ജുദൂ ലി ആദമ, ആദം നബിക്ക് സുജൂദ് ചെയ്യണേ, ആദം നബിക്ക് സുജൂദ് ചെയ്യണേ. ആ സമയത്ത് പഴച്ചുപോയ ആളാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആദ്യമായി കൊണ്ട് ദുനിയാവിൽ അല്ലാഹു മനുഷ്യരെ പടച്ച് ആദ്യമായി അല്ലാഹു ശിക്ഷ കൊടുത്ത തരം താഴ്ത്തിയ ജിന്നവർഗത്തിന്റെ ജിന്നുകളുടെ നേതാവായിരുന്നു ഇബ്ലീസ് എന്ന് പറയുന്നത്. എന്താണ് കാരണം? അനാദരവായിരുന്നു. ആദരിക്കേണ്ടതിനെ ആദരിച്ചില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് നാളെ ഖിയാമത്ത് നാൾ വരെ അഭിശപ്തനായി അല്ലാഹു പേടിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് തെരഞ്ഞെടുത്തത്. കാഫിറാക്കി അല്ലാഹു മാറ്റിക്കളഞ്ഞു. നമുക്ക് ഇബ്ലീസിനെ കുറിച്ച് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി എന്ന് പറയാം. ഇബ്ലീസ് ലഅനത്തുല്ലാഹ്. ആരായിരുന്നു ഇബ്ലീസ് എന്നറിയോ? മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. മലക്കുകളിലെ ഉന്നതമായ സ്ഥാനത്തുള്ള ആളായിരുന്നു. മലക്കുകൾക്ക് 80,000 വർഷം ദർശനം നടത്തിയിരുന്ന വലിയ പണ്ഡിതനായിരുന്നു ഇബ്ലീസ്. 80,000 വർഷം എന്ന് പറഞ്ഞാൽ മലക്കുകളാണ് ഒരു ദിവസം പറഞ്ഞ ഇൽമ് രണ്ടാമത്തെ ദിവസം ആവർത്തിക്കാതെ 80,000 വർഷം മലക്കുകൾക്ക് ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇബ്ലീസിന്റെ ഇൽമ് എത്രയായിരുന്നു? അല്ലാഹുവിന്റെ ഭൂമിയിൽ ഇബ്ലീസ് സുജൂദ് ചെയ്ത സ്ഥലം പരിശോധിച്ചാൽ ഒരു ചാണ് ഒഴിവില്ലാതെ ഭൂമി മുഴുവൻ ഇബ്ലീസ് സുജൂദ് ചെയ്തിട്ടുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഇബ്ലീസിന്റെ ഇബാദത്ത് എത്രയാണ്? ആലിമും ആബിദുമായ ഇബ്ലീസ് അനാദരവ് എന്ന് പറയുന്ന അല്ലാഹു പ്രത്യേകം കൽപ്പിച്ച ആ അനാദരവ് പ്രകടിപ്പിച്ചു എന്നതിന്റെ പേരിലായിരുന്നു ഇബ്ലീസ് കാലാകാല അഭിശപ്തനായി നിന്യന്മാരിൽ നിന്യനായി അല്ലാഹു മാറ്റിയത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അനാദരവ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം മലക്കുകൾ അവിടുന്ന് ഇൽമുകൾ മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളുടെയും നാമങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവരുടെ ഉപയോഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ സൃഷ്ടിക്കാനുള്ള പടക്കാനുള്ള മുഴുവൻ വസ്തുക്കളെയും അതാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ട്
ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ആദമിനോടത്, എന്നിട്ട് പറഞ്ഞു അതെ ഉസ്ജദൂ ലി ആദമാ, എല്ലാം പഠിപ്പിച്ചു കൊടുത്തതിനു ശേഷം മലക്കുകൾ പറഞ്ഞു ഇനി ആദമിന് സുജൂദ് ചെയ്യുക. കാരണം ആദം ഇപ്പൊ സാധാരണ മനുഷ്യനല്ല, ആലിമായ മനുഷ്യനാണ്, ലോകത്തെ കുറിച്ച് മുഴുവൻ അറിയുന്ന മനുഷ്യനാ. അതുകൊണ്ട് ആ ഇബ്ലീസിന് സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോ, ആ ആദമിനെ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോ മലക്കുകളൊക്കെ ആ അല്ലാഹു ബഹുമാനിച്ച് ആദരിച്ച ആദരവിന്റെ സുജൂദ് കൊണ്ട് കൽപ്പിച്ച ആദമിന് സുജൂദ് ചെയ്തപ്പോ ഇബ്ലീസ് മാത്രം അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഈ കൽപ്പിക്കാനും ഒരു കാരണമുണ്ട്. ഇവിടെ ഈ ലോകത്തെ ജിന്നുകളും മലക്കുകളും മാത്രമുണ്ടായിരുന്ന ഒരു കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് മനുഷ്യവർഗത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടി അല്ലാഹു മലക്കുകളെ വിളിച്ച് ചോദിച്ചു, ഞാൻ ഒരു വർഗത്തിന്, മനുഷ്യവർഗത്തിന് ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നുണ്ട്. ആ മനുഷ്യവർഗം അല്ലാഹുവിന് ഇഷ്ടമുള്ള വർഗമാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചില്ലേ, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. മലക്കുകൾ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ ഒരു വിഭാഗത്തിനെ, എനിക്ക് ഖലീഫയായിട്ട്, എന്റെ ഖലീഫയായിട്ട് ഞാൻ ഒരു വിഭാഗത്തിനെ പടക്കാൻ പോവുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ സമയത്ത് അവർ പറഞ്ഞു, അല്ലാഹുവേ ഇനി അങ്ങനെ ഒരു വിഭാഗം വേണോ? ഇനി അങ്ങനെ വിഭാഗത്തിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു വിഭാഗത്തെ ഈ ലോകത്ത് പടച്ചു കഴിഞ്ഞാൽ അവരിവിടെ അക്രമവും അനാചാരവും കള്ളുകുടിയും കൊലയൊക്കെ നടത്തിയിട്ട് ഈ ഭൂമി ആകെ ഖറാബാക്കി കളയും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഭാഗത്തിന്റെ ആവശ്യമില്ലല്ലോ. ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമു, നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ പടക്കുന്നത്. അതുകൊണ്ട് ഈ മലക്കുകളെക്കാൾ ഉന്നതമായ സ്ഥാനത്താണ് ആദം എന്ന് മലക്കുകളുടെ മുൻപിൽ അല്ലാഹുവിനെ തെളിയിക്കേണ്ടതുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എല്ലാ സാധനങ്ങളെയും കാണിച്ചു കൊടുത്ത്, അത് പഠിപ്പിച്ചു കൊടുത്തിട്ട് അതിന്റെ ശേഷമാണ് ഇബ്ലീസിനോട് അവിടുന്ന് സുജൂദ് ചെയ്യാൻ പറയുന്നത്. ആലിമായ ആദമിനെ സുജൂദ് ചെയ്യാൻ പറയുന്നു. ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഇബ്ലീസ് ലഅനത്തുള്ളാഹി കാലാകാല അഭിശപ്തനായി പോകാനുള്ള കാരണം അത് അനാദരവാണെങ്കിൽ, ആ അനാദരവിന്റെ കാരണം അത് ആലിമിനെ ബഹുമാനിക്കാത്തതാണെങ്കിൽ, അത് ഇൽമിനെ ആദരിക്കാത്തതാണെങ്കിൽ, ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഒരു ആലിമിനെയും കുറ്റം പറയണ്ട, ഒരു മുതഅല്ലിമിനെയും നിസാരപ്പെടുത്തണ്ട, ഒരു ഇൽമുള്ള സംഗതികളെയും അനാദരവ് കാണിക്കണ്ട. അല്ലാഹു ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദുനിയാവും ആഖിറവും പരാജയത്തിലാ. മഹാന്മാര് പറയുന്നത് കാണാം, ഒരഭിപ്രായം അനുസരിച്ച് ആദം നബിക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്തു എന്നതാണെങ്കിൽ, രണ്ടാമത്തെ ഒരു അഭിപ്രായം പറയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലെ അവിടുത്തെ നൂറ് ആദ്യമായി പടച്ചത് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാണ്. ആ നൂറ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിലേക്ക് സന്നിവേശിപ്പിച്ചതിന് ശേഷം ആ നബിയെ ആദരിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പല മഹാന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും മുഅ്മിനീങ്ങളെ, ആ ഹബീബായ തങ്ങളെ നമ്മൾ ആദരിക്കേണ്ടതില്ലേ? ആ ഹബീബ് പഠിപ്പിച്ചതായ കാര്യങ്ങൾ നമ്മൾ ആദരിക്കേണ്ടതില്ലേ? ആ ഹബീബിന്റെ പേരമക്കളാകുന്ന സയ്യിദന്മാരെ നമ്മൾ ആദരിക്കേണ്ടതില്ലേ? ഇന്ന് സോഷ്യൽ മീഡിയകൾ ഇങ്ങനെ വ്യാപകമായപ്പോ ആർക്കും അതിൽ കയറിയിട്ട് എന്തും പറയാമെന്നൊരവസ്ഥ വന്നപ്പോ എത്ര ആലിമീങ്ങളെയാ നമ്മൾ കുറ്റം പറയാറുള്ളത്, എത്ര സാദാത്യങ്ങളെയാ നമ്മൾ കരി പറയാറുള്ളത്. അതൊരു കമന്റ് ആയിട്ടാണെങ്കിൽ പോലും, അതൊരു ഡിസ്ലൈക്ക് ആയിട്ടാണെങ്കിൽ പോലും, ഏതെങ്കിലും ഒരു സയ്യിദിനെ, ഏതെങ്കിലും ഒരു ആലിമിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേത് രാഷ്ട്രീയക്കാരനാകട്ടെ, ഏത് സംഘടനക്കാരനാകട്ടെ, ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു ബഹുമാനിച്ചതിനെ നിന്ദിക്കലാണല്ലോ, അല്ലാഹു ആദരിച്ചതിനെ നിസാരപ്പെടുത്തലാണ്. ദുനിയാവും ആഖിറവും പരാജയപ്പെട്ടു പോകാൻ അത് കാരണമായി പോകുന്നതാണ്. അതേ ഒരു ആലിമിനെ കുറ്റം പറയുന്നത്,
അതേ വിഷം അറിയാതെ കുടിക്കുന്നത് പോലെയാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതേ അറിയാതെ വിഷം കുടിച്ചാൽ നമ്മൾ മരണപ്പെട്ടു പോകും. അറിയാതെ പോലും ഒരു അലിമിനെയും ഒരു സയ്യിദിനെയും കുറ്റം പറയരുത്. അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണോ, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണോ. അല്ലാഹു മനുഷ്യവർഗത്തെ മാത്രമല്ലല്ലോ ആദരിച്ചത്, അല്ലാഹു സ്ഥലങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളും ആദരിച്ചിട്ടില്ല, സമയങ്ങളിൽ നിന്ന് പല സമയങ്ങളെയും അല്ലാഹു ആദരിച്ചിട്ടില്ല. ഈ ഭൂമി ലോകത്തെ ഏറ്റവും മഹത്വമുള്ള സ്ഥലം ഏതെന്നറിയുമോ? അഫ്ളലുൽ ബിഖാഇ അലൽ അർളി മസാജിദുഹാ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഈ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അഫ്ളലുൽ ബിഖാഇ അലൽ അർളി മസാജിദുഹാ. ഏറ്റവും ഉന്നതമായ സ്ഥലം നമ്മുടെ നാടിലുള്ള പള്ളികളില്ലേ, ആ പള്ളികളല്ലേ ഏറ്റവും ഉന്നതമായ സ്ഥലം എന്ന് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. അതൊരു നാടിന്റെ ശിആറല്ലേ, അല്ലാഹു ആദരിച്ചതല്ലേ, അല്ലാഹു ബഹുമാനിച്ചതല്ലേ. ആ പള്ളിയെ നമ്മൾ ബഹുമാനിക്കാറുണ്ട്, ആ പള്ളിയെ നമ്മൾ ആദരിക്കാറുണ്ട്, അതിനു വേണ്ട പരിഗണന നമ്മൾ കൊടുക്കാറുണ്ട്. അതേ ഒരു മനുഷ്യന് ആ പള്ളിയുടെ അകത്ത് നിന്നുകൊണ്ട് ഒരു ദുനിയാവിയായ സംസാരം സംസാരിച്ചു കഴിഞ്ഞാൽ അവന്റെ 40 ദിവസത്തെ അമല് പൊളിഞ്ഞു പോകുമെന്നല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്. ആ പള്ളിയിൽ നമ്മൾ കയറുമ്പോ അതിന്റെ അതവ് നമ്മൾ പാലിക്കാറുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ പള്ളിയിൽ നിന്ന് 5 വക്തിലും നമ്മൾ പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ മന്ത്രപരികൾ നമ്മൾ കേൾക്കാറില്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ നാമങ്ങൾ ഒരുവിടുമ്പോ ആ ബാങ്കിനെ നമ്മൾ ബഹുമാനിക്കാറില്ലേ? ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ സംസാരിക്കാറില്ലല്ലോ. എന്ത് പ്രവൃത്തികളാണെങ്കിലും നമ്മൾ അതിനൊരു ഒതുക്കം വരുത്തിയിട്ട് അച്ചടക്കത്തോടെ നമ്മൾ നിൽക്കാറില്ലേ? അതിനോടൊരാരെങ്കിലും അനാദരവ് കാണിച്ചാൽ മഹാന്മാര് പറഞ്ഞില്ലേ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും ഭൗതികമായ സംസാരങ്ങൾ സംസാരിച്ച മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ മരിക്കണടാ എന്നല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്. ആദരിക്കേണ്ടതിന് ആദരിക്കണേ, ബഹുമാനിക്കേണ്ടതിന് നമ്മൾ ബഹുമാനിക്കണേ. ഇന്ന് മാതാപിതാക്കളാരാ ബഹുമാനിക്കാറുള്ളത്? ഉപ്പാക്കൊരു വിലയുമില്ലല്ലോ, ഉമ്മമാർക്കൊരു വിലയുമില്ലല്ലോ, നാട്ടിലെ കാരണവന്മാർക്കൊരു വിലയുമില്ലല്ലോ. ആ നിലക്ക് നമ്മൾ അനാദരവിലൂടെ ജീവിതം കഴിച്ചു പോയെങ്കില് നമ്മൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് അനുഭവിക്കുന്നവരായിപ്പോ ആഖിറം വിടടാ, ആഖിറം നമ്മൾ ഒഴിവാക്കടാ. ദുനിയാവിൽ വെച്ച് തന്നെ നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നതാ. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് ആദരവ് തീരെ ഇല്ലാത്തവരായി പോയി. ഉസ്താദുമാരെ ആദരിക്കുന്ന പരിപാടിയില്ല. ഒരു കുട്ടി അടിച്ചു പറഞ്ഞാൽ പിറ്റേ ദിവസം വരുമോ കുട്ടിയുടെ രക്ഷിതാവ് ഉസ്താദിനെ ചോദ്യം ചെയ്യാൻ. ഉസ്താദ് എന്തെങ്കിലും ഖുർആൻ ഓതിയിട്ട് അതിൽ തെറ്റിയതിന്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ ദീൻ പഠിക്കാൻ ഒരു ദിവസം വരാത്തതിന്റെ പേരിലായിരിക്കും. പക്ഷേ പിറ്റേ ദിവസം തന്റെ പിതാവ് അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ടവരാരെങ്കിലും ഒന്ന് ഉസ്താദിനെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിൽ, ഉസ്താദിനെ നിന്ദ്യമാക്കുന്ന രൂപത്തിൽ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇന്നത്തെ സമുദായം മാറിയില്ലേ? അനാദരവിന്റെ ഉദാഹരണങ്ങൾ എത്രയാണ് നമ്മുടെയൊക്കെ മുമ്പിലുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമാണെങ്കിൽ, കച്ചവടം തുടങ്ങി പരാജയപ്പെട്ടവരുണ്ട്, ഏത് ബിസിനസ് തുടങ്ങിയാലും പരാജയമാണ്, ഒന്നിലൊന്നും ഗതി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ എവിടെ ചെന്നാലും അവനിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജോലിയിൽ സ്ഥിരമായി നിൽക്കാൻ കഴിയുന്നില്ല, ഒരു ജോലി സ്ഥിരമായിട്ട് എടുക്കാൻ കഴിയുന്നില്ല, ദുനിയാവിൽ എപ്പോഴും വിഷമങ്ങളാണ്. എങ്കിൽ അവൻ ആദ്യം ഒന്ന് പരിശോധിക്കുക, എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ദുർബല നിമിഷങ്ങളിൽ മാതാപിതാക്കളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഉസ്താദുമാരോട് അനാദരവായിട്ട് ഞാൻ എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ അമുസ്ലിമാണെങ്കിൽ പോലും അധ്യാപകന്മാരോട് ആരോടെങ്കിലും വിഷമിപ്പിക്കുന്ന രൂപത്തിൽ, അവരുടെ മനസ്സിൽ കടപറപ്പിക്കുന്ന രൂപത്തിൽ ആരെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് പരാജയത്തിന്റെ മിക്ക കാരണവും അനാദരവാണ്. അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ അനാദരവിലൂടെ നമ്മുടെ ജീവിതം കൊണ്ടുപോയാൽ
ഒരിക്കലും നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ദുനിയാവിലും രക്ഷപ്പെടാൻ കഴിയില്ല, ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു ആദരവ് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ ജീവിതത്തിൽ ആദരവുണ്ടെങ്കിൽ അവൻ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിലേക്ക് അല്ലാഹു ഉയർത്തും. വിജയിച്ച ആളുകളുടെ ഒക്കെ ജീവിതം എടുത്തു പരിശോധിക്കും. ബിസിനസ്സിലാണെങ്കിലും കച്ചവടത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ഉയർന്ന തലങ്ങളിൽ എത്തിയവരുണ്ടെങ്കിൽ അവർ മാതാപിതാക്കൾ ആദരിക്കുന്നവരായിരിക്കും, അവരുടെ ഗുരുക്കന്മാരെ ആദരിക്കുന്നവരായിരിക്കും, കാരണവന്മാരെ ആദരിക്കുന്നവരായിരിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അറിയില്ലേ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി, ലോകത്തറിയപ്പെട്ട മഹാനല്ലേ, ഔലിയാക്കളുടെ നേതാവായിട്ട് അറിയപ്പെടുന്ന ഖുത്ബുൽ അഖ്താബ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവർകളാ ഉന്നതമായ സ്ഥാനത്തേക്ക്, ആ ഉന്നതമായ ദർജയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്തെന്നറിയുമോ? അത് ആദരവായിരുന്നു. ഉസ്താദിനെ ആദരിച്ചു എന്നതായിരുന്നു, മഹാന്മാരെ ആദരിച്ചു എന്നതായിരുന്നു. അവരൊക്കെ ബറക്കത്ത് കൊണ്ടല്ലാഹു നമുക്ക് അദബും ആദരവും നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ചരിത്രം മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബൂ അബ്ദുല്ലാഹി അബൂ സഈദ് എന്ന് പറയുന്ന മഹാനവർകൾ പറയാണ്, ഞാനും മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് അതുപോലെ ഇബ്നു സഖാ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ പഠനകാലത്ത് ഒന്നിച്ച് പഠിച്ചവരായിരുന്നു. ഒന്നിച്ച് ദർസിൽ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഞങ്ങൾ ഫ്രീ കിട്ടുന്ന സമയത്ത് പഠനങ്ങളൊക്കെ കഴിയുമ്പോ ഞങ്ങളതാ മസാറുകൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. നാട്ടിൽ ഔലിയാക്കൾ ഉണ്ടെന്നറിഞ്ഞാൽ അവരെ സന്ദർശിക്കാൻ ഞങ്ങൾ പോകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അതാ ഞങ്ങളുടെ നാട്ടിൽ ഓസ് എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിതൻ, അതെ വിചിത്രമായ പല അത്ഭുതങ്ങളും കാണിക്കുന്ന ഒരു പണ്ഡിതൻ, ആ ഓസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ കുറിച്ച് ഞങ്ങൾ കേൾക്കാൻ ഇടയായി. അങ്ങനെ ഞങ്ങളതാ ഓസ് എന്ന് പറയുന്ന ആ മനുഷ്യന്, ആ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആ മഹാനെ സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ യാത്ര ചെയ്യുകയാ. അബൂ സഈദ് എന്നവർ പറയാണ്, ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഇബ്നു സഖാ എന്ന് പറയുന്ന ഞങ്ങളുടെ 3 പേരിൽ ഒരു കൂട്ടുകാരൻ, ഇബ്നു സഖാ എന്ന് പറയുന്ന കൂട്ടുകാരൻ പറഞ്ഞു, ഓ മുഹിയുദ്ദീൻ, ഓ അബൂ സഈദ്, ഞാൻ ആ മനുഷ്യനെ ഓസ് എന്ന് പറയുന്ന ആ പണ്ഡിതനെ, ആ വലിയ എന്നറിയപ്പെടുന്ന ആ മനുഷ്യനെ ഞാൻ സന്ദർശിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കോ, ഉത്തരം കിട്ടാതെ ഉത്തരം മുട്ടുന്നത് കാണാനാണ്, ഉത്തരം പറയാൻ കഴിയാതെ വിഷമിക്കുന്നത് എനിക്കൊന്ന് കാണണോ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ മനുഷ്യനെ സന്ദർശിക്കാൻ പോകുന്നത്. ആ സമയത്ത് അബൂ സഈദ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ലക്ഷ്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്റെ ലക്ഷ്യം എന്താണെന്നറിയുമോ? ആ മനുഷ്യന്റെ അരികിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത് എന്തിനാണെന്നറിയോ? എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങൾക്ക് എന്താണ് അദ്ദേഹം മറുപടി പറയുന്നത് എന്നറിയാനാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ആ ഓസ് എന്ന് പറയുന്ന ആളെ സന്ദർശിക്കാൻ പോകുന്നത്. നഊദു ബില്ലാഹ്. ആ സമയത്ത് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് അവിടുന്ന് മുതാലിമായി ഓതി പഠിക്കുന്ന സമയമാണ്. ഗൗസുൽ ആലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നഊദു ബില്ലാഹ്, ഞാൻ പോകുന്നതിനൊന്നുമല്ല, ഞാൻ വലിയ ആലിമാണല്ലോ, ആ മനുഷ്യൻ വലിയ ആബിദാണല്ലോ, വലിയ ഔലിയാക്കളുടെ നേതാവാണല്ലോ, അദ്ദേഹത്തിന്റെ ബറക്കത്ത് തേടിയിട്ടാ ഞാൻ പോകുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ബറക്കത്ത് ലഭിക്കണം ഉദ്ദേശത്തിലാണ്, അദ്ദേഹത്തെ കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കണമെന്നല്ലാതെ എനിക്കൊരു ലക്ഷ്യവുമില്ല എന്നതാ ആ സഹോദരങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് യാത്ര തുടരുകയാണ്. ആ ഓസ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ ഓസ് എന്ന് പറയുന്ന മഹാനവർകളെ കാണുന്നില്ല. അല്പനേരം വെയിറ്റ് ചെയ്യുമ്പോ അതാ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ മഹാനായ ഓസ് എന്ന് പറയുന്ന മഹാനവർകള് അതാ ഈ 3 പേരിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ, ആ കടന്നു വരുന്ന സമയത്ത് തന്നെ ഓസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ പറയുകയാണ്, ആ മഹാൻ പറയുകയാണ്, ഓ ഇബ്നു സഖാ, എന്നെ ചോദ്യം ചോദിച്ചുകൊണ്ട്
ഉത്തരം മുട്ടിക്കാൻ കടന്നു വന്ന ഇബ്നു സഖാ, നീ ചോദിച്ച ചോദ്യങ്ങൾ ഇന്നതല്ലടാ, അതിന് മറുപടി ഇന്നതാണടാ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനോട് പറയാ. ആ ഇബ്നു സഖാ എന്ന് പറയുന്ന ആ മനുഷ്യനോട് പറയുകയാണ്, നിന്റെ നെറ്റിത്തടത്തിലടാ കുഫറുണ്ടടാ, നിന്റെ നെറ്റിത്തടത്തില് കുഫറിന്റെ തീജ്വാല കത്തുന്നുണ്ടടാ, നീ മരിക്കുമ്പോ ഈമാനില്ലാതെ കാഫിറായി ചത്തുപോകുമടാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ സഈദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ ആ മുതല്ലിമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നീ ചോദിക്കാൻ വന്ന ചോദ്യങ്ങൾ ഇന്നതല്ലതാ, നീ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങൾ ഇന്നതല്ലേ, അതിന്റെ മറുപടി ഇന്നതാ. ഈ മറുപടിയും പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ മനുഷ്യനോട് പറയാണ്, ഓ ഇബ്നു സഈദ്, അബൂ സഈദ്, നീ ദുനിയാവ് തലക്ക് പിടിച്ച് നിന്റെ ചെവിക്കുനി വരെ ദുനിയാവ് കയറി നിൽക്കുന്നതായി, നിറഞ്ഞു നിൽക്കുന്നതായി, ദുനിയാവിന്റെ പണ്ഡിതനായി മാറുന്നത് ഞാൻ കാണുന്നുണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെയും മാറ്റി നിർത്തിയിട്ട് മൂന്നാമത്തൊരു മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ അരികിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയാണ്, മോനെ നീ അതല്ല അതബുള്ള കുട്ടിയാ, നീ നല്ല അതബുള്ള മോനാണ്. അതേ ബഗ്ദാദിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും അവിടുത്തെ അടുത്ത കാൽ കീഴിലേക്ക് അതേ തലകുനിച്ച് ശിരസ് നമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടടാ. എല്ലാ ഔലിയാക്കൾക്കും മേലെ ഉന്നതമായ സ്ഥാനത്തേക്ക് അല്ലാഹു നിന്നെ ഉയർത്തുമടാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ആശീർവാദങ്ങൾ നൽകിയിട്ട് അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. എന്റെ മുഅ്മിനീങ്ങളെ, മൂന്ന് മുതല്ലിമീങ്ങളെ കുറിച്ച് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. അവരുടെ പിൽക്കാല ജീവിതം എന്തെന്നറിയുമോ? ഈ ഇബ്നു സഖാ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പഠിച്ചതാ വലിയ നിലയിലെത്തുകയാണ്, ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുകയാണ്. എല്ലാ പാതിരിമാരോടും ക്രിസ്ത്യാനികളോടും അതേ നല്ല നിലക്ക് സംവാദം നടത്താനും മുഖാമുഖങ്ങൾ നടത്താനും ദീനിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടുന്ന എല്ലാ കഴിവുകളും ആ മനുഷ്യനിൽ കാണുകയാണ്. ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തിയത ഒരു ദേശത്ത് നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാ. അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രശസ്തികൾ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്, പരന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാ. ആ സമയത്താണ് നാട്ടിലെ രാജാവ് വിളിച്ചുകൊണ്ട് പറയുന്നു, ഇബ്നു സഖാ, നീ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി റോം എന്ന് പറയുന്ന രാജ്യത്തേക്ക് നീ യാത്ര തിരിക്കണോ? അത് ക്രിസ്ത്യാനികളുടെ രാജ്യമാ, മറ്റു മുസ്ലിമീങ്ങളായ ആളുകൾ താമസിക്കുന്ന രാജ്യമാ. അവിടെ ചെന്നുകൊണ്ട് സംവാദം നടത്തിയിട്ട്, അവിടെ ചെന്നുകൊണ്ട് തർക്കവിതർക്കങ്ങൾ നടത്തിയിട്ട്, മുഖാമുഖങ്ങൾ നടത്തിയിട്ട് അവിടുന്ന് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ റോം രാജാവിലേക്ക് രാജാവ് അവിടുന്ന് പറഞ്ഞേക്കുമ്പോ, ഓ എന്റെ മുഅ്മിനീങ്ങളെ, ആ റോം രാജാവിലേക്ക് ചെന്നുകൊണ്ട് ഇബ്നു സഖാ എന്ന് പറയുന്ന ആ പണ്ഡിതനായ നല്ല കഴിവുള്ള ആ മനുഷ്യനില്ലേ, അവിടുന്ന് ക്രിസ്തീയ പുരോഹിതന്മാരോട് സംവാദം നടത്തുകയാണ്, അവിടുന്ന് സംഘടനകൾ നടത്തുകയാ. ആ മുഖാമുഖങ്ങൾ നടത്തിയിട്ട് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാ. ക്രിസ്തീയ പുരോഹിതന്മാര് പോലും പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ അതാ ആളുകളുടെ ഇടയിൽ ചർച്ചയാവുകയാ. അതേ മറ്റൊരു ദേശത്ത് നിന്ന് ഇബ്നു സഖാ എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, അദ്ദേഹം എങ്ങാനും ഈ നാട്ടിൽ ഇനിയും താമസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ പരിശുദ്ധമായ അതേ ഈ ക്രിസ്ത്യൻ സമുദായത്തിനെ തന്നെ നമ്മൾ തകർത്തെറിഞ്ഞുകൊണ്ട്, നമ്മുടെ റോം സാമ്രാജ്യം തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് എല്ലാം പരിശുദ്ധ ഇസ്ലാമിലേക്ക് പോകുന്ന ചേക്കേറി പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറുമെന്നുള്ള ആ ഒരു ധ്വനി നാട്ടിലങ്ങ് പരക്കുകയാ. അധികാരികൾ മുഴുവൻ ഒരുമിച്ച് കൂടി ഈ ഇബ്നു സഖാ എന്ന് പറയുന്ന ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണമല്ലോ, അതിനു വേണ്ടുന്ന എല്ലാ തന്ത്രങ്ങളും അവിടെ നിന്ന് ഉപയോഗിക്കുകയാ. അവസാനം അവർ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തി. എന്താണ് തീരുമാനമെന്നറിയുമോ? രാജാവിന്റെ സുന്ദരിയായ മകളുണ്ട്, ആ മകളെ കൊണ്ട് പ്രലോഭിച്ചുകൊണ്ട്
ഈ ഇബ്നു സഖാ എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിനെ മാറ്റിയെടുക്കാനാണ്. അതാ ഇബ്നു സഖാ എന്ന് പറയുന്ന ആ പണ്ഡിതന് അവിടുന്ന് നാട്ടിലുള്ള മുഴുവൻ ആളുകളും കൊട്ടാരത്തിലേക്ക് സദ്യ ഒരുക്കുകയാ. കൊട്ടാരത്തിലേക്ക് സദ്യ ഒരുക്കി രാജാവ് ഇവിടുന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് നല്ല സദ്യയൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരുക്കി കൊടുത്തിട്ട് അന്ന് രാത്രി അതാ കൊട്ടാരത്തിൽ കിടക്കാനുള്ള അനുവാദം കൊടുക്കുകയാണ്. കൊട്ടാരത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത്, കൊട്ടാരത്തിൽ ഇങ്ങനെ റൂമിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവിന്റെ മകൾ ആ റൂമിലേക്ക് അങ്ങ് പറഞ്ഞു വിടുകയാണ്. സുബ്ഹാനല്ലാഹ്, ദുർബലരായ മനുഷ്യരാണല്ലോ നമ്മള്. ഏത് സമയത്തും ഹറാമില്, അതേ സമയത്തും ഇബ്ലീസിന്റെ കണിവരകളിൽ പെട്ടുകൊണ്ട് ഹറാമിലേക്ക് ചേക്കേറി പോകുന്നവരാണല്ലോ നമ്മള്. ഇബ്നു സഖയും മറിച്ചായിരുന്നില്ല. ഇബ്നു സഖ ആ പെൺകുട്ടിയെ കണ്ടവാടെ ആ പെൺകുട്ടിയോട് പറഞ്ഞു, നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതം തരുമോ? നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതം തരുമോ? ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു, ആ കൊട്ടാരത്തിലെ രാജ്ഞിയായി വാഴുന്ന ആ പെൺകുട്ടി പറയുകയാണ്, എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ, എന്നെ നിക്കാഹ് കഴിക്കണമെങ്കിൽ, അതെ നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യാനിയായി നിങ്ങൾ മാറുകയാണെങ്കിൽ, പുരോഹിതനായി മാറിയാൽ എന്നെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാമെന്നുള്ള വാഗ്ദാനം കൊടുക്കുമ്പോ നഊദു ബില്ലാഹ് ഇബ്നു സഖാ എന്ന് പറയുന്ന ആ പണ്ഡിതനായിരുന്ന ആ മനുഷ്യൻ അവിടുന്ന് അതാ ക്രിസ്ത്യാനിയാവുകയാണ്, നസ്രാനിയാവുകയാണ്. ആ പെണ്ണിയെ കല്യാണവും കഴിച്ചോ. രാജകൊട്ടാരത്തിൽ ക്രിസ്ത്യാനിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ വർഷങ്ങൾ കടന്നുപോയി. ഈ ഇബ്നു സഖാ എന്ന് പറയുന്ന ഈ മനുഷ്യൻ കഥാ ഒരു പ്രത്യേകമായ രോഗം പിടിപെടുകയാണ്. ജനങ്ങളൊക്കെ വെറുക്കുന്ന ഒരു രോഗം പിടിപെടുകയാണ്. കൊട്ടാരത്തിൽ നിന്ന് ഭാര്യ ഒഴിവാക്കി, ആ നാട്ടിൽ നിന്ന് തന്നെ ആളുകളൊക്കെ ഒഴിവാക്കിയിട്ട് നാട് കടത്തുകയാണ്. ഓ എന്റെ മോമിനിങ്ങളെ, ആ ഇബ്നു സഖയുടെ അവസാനം എന്താ എന്നറിയുമോ? അബൂ സഈദ് എന്ന് പറയുന്ന ഈ പണ്ഡിതൻ പറയുകയാണ്, എന്റെ കൂട്ടുകാരനാകുന്ന ഇബ്നു സഖയില്ലേ, ആ ഇബ്നു സഖ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോ അതാ റോഡരികിൽ കിടന്നുകൊണ്ട് യാചിക്കുന്നത് കാണുകയാ. അതേ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ മാറിപ്പോയത് ഞാൻ കണ്ടപ്പോ ഞാൻ ഇബ്നു സഖയോട് ചോദിച്ചു, എന്ത് സംഭവിച്ചു മോനെ, എന്ത് സംഭവിച്ചു മോനെ? ആ സമയത്ത് ഇബ്നു സഖ പറഞ്ഞിരുന്നെന്നറിയുമോ? അതെ, നമ്മൾ പഠിക്കുന്ന കാലത്ത് ഗൗസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ അരികിലേക്ക് നമ്മൾ പോയില്ലേ, ആ മനുഷ്യന്റെ വാക്ക് പുലർന്നിരിക്കുന്നു. ആ മനുഷ്യനോട് നമ്മൾ കാണിച്ച അനാദരവിത ഇവിടെ പുലർന്നിരിക്കുകയാണ്. ആ അബൂ സഈദ് എന്നവര് പറയാണ്, ഈ മഹാനാതെ ഈ ഇബ്നു സഖാ എന്ന് പറയുന്ന ആ പണ്ഡിതനായിരുന്ന ആ മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. പലതവണ ഞാൻ കിബിലയിലേക്ക് തിരിച്ചു കടത്താൻ ഞാൻ ശ്രമിച്ചുപോയി. പക്ഷേ കിബില തെറ്റിക്കൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു കിടക്കുന്ന രൂപത്തിലേക്ക് മാറുകയാ. പല തവണ ഞാൻ ആവർത്തിച്ചു, പക്ഷേ അതിനൊരു മാറ്റവുമില്ല. അവസാനം ഇബ്നു സഖയോട് സഈദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, എത്രേ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളുള്ള ആളായിരുന്നല്ലോ, ഖുർആൻ മുഴുവൻ മനഃപ്പാഠമായിരുന്ന ആളാണല്ലോ, ആ ഖുർആനിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ഈ സമയത്ത് ഓർമ്മയുള്ളത്, അതൊന്ന് പാരായണം ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ ആ ഇബ്നു സഖാ എന്ന് പറയുന്ന ഹാഫിളായ ആലിമായ അതേ ലോകത്തിനെ മുഴുവൻ കിടുകിടാ വിറപ്പിച്ച സംവാദങ്ങളിലൂടെ മുഖാമുഖങ്ങളിലൂടെ ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ കാലിടറിപ്പിച്ച ആ മനുഷ്യൻ പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? എനിക്ക് ഓർമ്മ വരുന്നത് ഒരേ ഒരു ആയത്ത് മാത്രമാണ്, റുബ്ബമായ വദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. റുബ്ബമായ വദ്ദുല്ലദീന കഫറൂ
കാഫിരീങ്ങളായ ആളുകൾ അവസാനം പറയുമത്രേ, ലൗകാനോ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുമെന്ന് ആ ആയത്താണ് അവസാനമായിട്ട് ആ മനുഷ്യർക്ക് ഇങ്ങനെ ഓതാനുണ്ടായിരുന്നതെന്ന് അബൂ സഈദ് എന്ന് പറയുന്ന ആ പണ്ഡിതൻ പറയുമ്പോ, ഓ എന്റെ മുഅ്മിനീങ്ങളെ, അവസാനം ആ മനുഷ്യൻ ഈമാനില്ലാതെ അവിശ്വാസിയായി ചത്തുപോയല്ലോ. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയുമോ? അള്ളാഹു നമുക്ക് ഖുർആനിലൂടെ പഠിപ്പിച്ച അതേ ആലിമീങ്ങൾക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ആദം നബി അലൈഹിസ്സലാം ആകുന്ന വലിയ ആലിമായ ആ പണ്ഡിതനെ അനാദരവ് പ്രകടിപ്പിച്ചതിന്റെ പേരിൽ അഭിശപ്തനായി ഖിയാമത്ത് നാൾ വരെ അഭിശപ്തനായി മാറ്റപ്പെട്ട ആ ഇബ്ലീസുൽ ലഈനില്ലേ, ആ ഇബ്ലീസുൽ ലഈനിനെ പോലെ അനാദരവിന്റെ സമ്മാനമായി അവസാനം ഈമാനില്ലാതെ ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് ഇബ്നീസൊക്കെ മാറിയെങ്കിൽ അത് അനാദരവാണ്. ഓ എന്റെ മുഅ്മിനീങ്ങളെ, അബൂ സഈദ് എന്നവര് പറയാണ്, എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? എന്നോട് പറഞ്ഞത്, ഈ ദുനിയാവ് തലയിൽ പിടിച്ചുകൊണ്ട് അടിമപ്പെട്ടുകൊണ്ട് ഈ ദുനിയാവിന്റെ ആളായി മരിക്കുമടോ, അതും പുലർന്നു എന്ന് അബൂ സഈദ് തങ്ങൾ പറഞ്ഞെങ്കില് ആദരവോടെ ബഹുമാനത്തോടെ ആ ഔസ് എന്ന് പറയുന്ന വലിയ പണ്ഡിതനെ ആദരിച്ചപ്പോ, ആദരവുള്ള ആ മനുഷ്യനെ ആദരിച്ചപ്പോ അല്ലാഹു ഉന്നതമായ സ്ഥാനത്തേക്ക് ലോകത്തിന്റെ മുഴുവൻ ആലിം, ലോകത്തിന്റെ മുഴുവൻ അംബിയ, അതേ ഔലിയാക്കളുടെ നേതാവായി ഖുത്ബുൽ അഖ്താബായി അല്ലാഹു ഉയർത്തിയെങ്കില് ആ ആദരവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ ദുനിയാവും പരാജയത്തിലാണ്, ആഖിറവും നമുക്ക് പരാജയമാണ്. ഓ എന്റെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഈ പരിശുദ്ധമായ റജബ് മാസം എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ പേര് ചേർത്തിയിട്ട് റജബുൽ ശഹറുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം ഒരു മാസത്തിന്റെ കൂടെ ചേർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റജബ് മാസമാണ്. ഈ മാസത്തിനെ നമ്മൾ ആദരിക്കണം, ഈ മാസത്തിനെ നമ്മൾ ബഹുമാനിക്കണം. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചില്ലേ, മിൻഹാ അർബഅത്തുൻ ഹുറും, അതേ ബഹുമാനിക്കപ്പെടുന്ന 4 മാസങ്ങളിലെ ഒറ്റയാനായി കടന്നു വന്ന പരിശുദ്ധമായ റജബ് മാസം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാകുന്ന അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ള ആ പരമമായ ലക്ഷ്യത്തിന് തുടക്കം കുറിച്ചുകൊണ്ടല്ലേ റജബ് നമ്മിലേക്ക് കടന്നു വന്നത്. ഈ ദുനിയാവ് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ എന്നല്ലേ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. ദുനിയാവ് കൃഷിയിടമാണടാ, ഈ ദുനിയാവ് കൃഷിയിടമാണടാ. സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ട് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണം എന്ന ഉദ്ദേശത്തോടെ ജീവിക്കേണ്ട നമ്മുടെ ലക്ഷ്യം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊന്നും മാറ്റം വരാൻ, അതിൽ നിന്നൊന്നും മാറിയിട്ട് പരിശുദ്ധമായ റമളാനിന്റെ കവാടമാസമായി നിലകൊള്ളുന്ന പരിശുദ്ധമായ റജബിലെങ്കിലും ഒന്ന് തൗബ ചെയ്തിട്ട് അല്ലാഹുവിലേക്കൊന്ന് മടങ്ങാൻ, ആ ഇബാദത്തിലേക്ക് കടന്നു ചെല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദ്യമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്തുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറഞ്ഞതെന്താണെന്നറിയോ? ഫലാ തുളിമു ഫീഹിന്ന, ഒരിക്കലും നിങ്ങൾ ആ മാസത്തിൽ നിങ്ങളുടെ ശരീരങ്ങളോട് അതിക്രമം പ്രവർത്തിക്കല്ലേ, നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യല്ല. അല്ലാഹു ഈ മാസത്തിൽ അല്ലാഹു ആദരിച്ച മാസമാണ്. ഈ ആദരിച്ച മാസത്തിൽ ഒരു തെറ്റ് ചെയ്താൽ മറ്റുള്ള മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് പോലെയല്ല, കഠിനമായ ശിക്ഷ അല്ലാഹു നൽകുന്നതാ. അല്ലാഹു നമ്മെ ഉണർത്തിയതല്ലേ, ഒരു നന്മ ചെയ്താലോ മറ്റുള്ള മാസങ്ങളെ പോലെയല്ല, അല്ലാഹു വർദ്ധിച്ച പ്രതിഫലം ഈ മാസത്തിൽ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റജബ് മാസത്തിനെ ബഹുമാനിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. പരിശുദ്ധമായ മഹാന്മാരായ അസ്ഹാബുൽ ബദർ സ്മരിച്ച് അസ്മാഉൽ ബദർ നമ്മൾ ചൊല്ലിയിട്ടിരിക്കുന്ന മജ്ലിസാണ്. ആ
ആ ബദരീങ്ങൾ നമ്മുടെ നേതാക്കന്മാരല്ലേ, ആ ബദരീങ്ങളല്ലേ നമുക്ക് മാതൃകയായിട്ടുള്ളത്. ആ ബദരീങ്ങളെ നമ്മൾ അനുസ്കരിക്കുമ്പോ ആ മഹാന്മാരുടെ സഹായം നമുക്കുണ്ടാകണോ, അവരുടെ മദത് ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടെ ആയിരിക്കണോ, അവരെ സ്നേഹിച്ചുകൊണ്ടായിരിക്കണോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മഹാന്മാരെ സ്നേഹിക്കുമ്പോഴാണ് അവരോടുകൂടെ നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയുന്നത്. ആ മഹാന്മാരായ അസ്ഹാബുൽ ബദറിലെ അവരുടെ നേതാവാരെന്ന് നമുക്കറിയൂലേ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് പറഞ്ഞില്ലേ, അന്ത മഅമൻ അഹബ്ബ, ആരെയാണോ നീ സ്നേഹിക്കുന്നത് അവരോട് കൂടെ നീ സ്വർഗത്തിലാണെന്നല്ലേ പഠിപ്പിച്ചത്. ബദരീങ്ങളെ സഹായിക്കുന്ന, ബദരീങ്ങളെ സ്നേഹിക്കുന്ന നമ്മൾ കഷ്ടപ്പെടൂല, ബദരീങ്ങളെ സ്നേഹിക്കുന്ന നമുക്ക് നഷ്ടം വരൂല. മഹാനായ ഖാജാ തങ്ങളുടെ മാസമല്ലേ, അവിടുത്തെ ഉറൂസ് നടക്കുന്ന മാസമല്ലേ, ആ മഹാന്മാരൊക്കെ നമ്മൾ അനുസ്മരിക്കണം. നമ്മുടെ വീടുകളിൽ ഈ ഒരു മജ്ലിസിനോട് അതേ ബദരീങ്ങൾ അസ്മാവുകൾ ഉരുവിടുന്ന മജ്ലിസുകൾ, അത് നമ്മുടെ മഹല്ലത്തിൽ ഒന്ന് എന്ന നിലക്കല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ അസ്മാഉൽ ബദർ ഉയരട്ടെ. ആ മഹാന്മാരുടെ സ്മരണകളുള്ള വീടാകട്ടെ നമ്മുടെ വീടുകൾ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മുഹിബ്ബീങ്ങളായി, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഹിബ്ബീങ്ങളായി അവിടുന്ന് സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ബദരീങ്ങളിലെ കൂടെ ആ ബദരീങ്ങളോടുകൂടെ നാളെ സ്വർഗത്തിലേക്ക് കടക്കാം. എത്രയോ ആളുകളെ നമ്മൾ സ്നേഹിക്കുന്നില്ലേ, എത്രയോ സിനിമാ നടന്മാരെ സ്നേഹിക്കുന്നവരില്ലേ, എത്രയോ കായിക താരങ്ങളെ സ്നേഹിക്കുന്നവരില്ലേ, എത്രയോ റീൽസ് നായകന്മാരെ സ്നേഹിക്കുന്നവരില്ലേ. അന്ത മഅമൻ അഹബ്ബ, ആരെയാണടാ സ്നേഹിക്കുന്നത്, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോട് കൂടെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിലേക്ക് എല്ലാ നിലക്കും ഗ്യാരണ്ടി കൊടുത്ത മഹാന്മാരായ അസ്ഹാബുൽ ബദർ പോകുന്ന സ്വർഗത്തിലേക്ക് പോണോ. തമ്മാടിത്തരങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്ന, എല്ലാ ഹറാമുകളും വ്യഭിചാരങ്ങളും കാട്ടിക്കൂട്ടുന്ന, അതിന് പ്രോത്സാഹനം നൽകുന്ന സിനിമാ നടന്മാരോടുകൂടെ അവര് പോകുന്ന ലോകത്തേക്ക് പോകണോ. അള്ളാഹു സ്വർഗം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് ആ മഹാന്മാരെ സ്നേഹിക്കുന്നവരാകണോ. ഈ പരിശുദ്ധമായ റജബ്, ആ റജബിനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് മുഴുവൻ തിന്മകളിൽ നിന്നും മാറി നിന്ന് വരാനിരിക്കുന്ന പരിശുദ്ധ റമദാനില്ലേ, ആ റമദാനിലേക്ക് ഒരുങ്ങാനുള്ള ഒരുക്കമാണ് നമ്മൾ നടത്തേണ്ടത്. ഈ രണ്ടാമത്തെ ഹിജ്റ വർഷത്തിലെ രണ്ടാമത്തെ പകുതിയിലേക്ക് നമ്മൾ കടന്നപ്പോ അല്ലാഹു തന്റെ ഹബീബ് നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അല്ലാഹുവേ റജബിൽ ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ. വബല്ലിഗ്നാ റമളാൻ, വബല്ലിഗ്നാ റമളാൻ. എപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്നില്ലേ മുഅ്മിനേ, വബല്ലിഗ്നാ റമളാൻ, ഞങ്ങളെ റമളാനിലേക്ക് എത്തിക്കണേ അല്ലാഹ്, ഞങ്ങളെ റമളാനിലേക്ക് എത്തിക്കണേ അല്ലാഹ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലല്ലേ മുഅ്മിനേ. ഈ റജബിലേക്ക് നമുക്ക് കടക്കാൻ കഴിഞ്ഞെങ്കിൽ അല്ലാഹു നമ്മെ റമളാനിൽ എത്തിക്കട്ടെ. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ അമ്മാവൻ കൂടെയായ ഹംസഹസനി ഉസ്താദ് മരണപ്പെട്ടു പോയി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. ഈ റജബിലേക്ക് കടന്നപ്പോഴും ദുആ ചെയ്തവരല്ലേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ പരിശുദ്ധ റജബ് എന്ന് പറയുന്നത് നീ ആദരിച്ച മാസമാ, വലിയ ആദരവ് നൽകിയ മാസമാണ്. അതുകൊണ്ട് തന്നെ എത്രയോ മഹാന്മാര് മരണപ്പെടണമെന്ന് ആഗ്രഹിച്ച മാസം. അതേ റജബിന്റെ മുമ്പ് രോഗിയാകുമ്പോ ആ മഹാന്മാരൊക്കെ ദുആ ചെയ്യാണ്, അല്ലാഹ് എന്നെ റജബിലോ ശഅബാനിലോ റമളാനിലോ അല്ലാതെ എന്റെ റൂഹിനെ നീ പിടിക്കല്ല അല്ലാഹ്. ആ നിനക്ക് വലിയ മഹത്വം അല്ലാഹ് നൽകിയ മാസമാണ്. ആ മാസത്തിൽ തന്നെ വിട പറയാൻ കഴിയുക എന്നത് വലിയ തൗഫീഖാണ്. അല്ലാഹ് ഇവിടെ നിൽക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്, വലിയ സങ്കടമുണ്ട്. അല്ലാഹു ഹംസുസിലിയാരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ഞാൻ ഇന്ന്
ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ 1 മണിക്കൂർ ഇവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കാരണക്കാരൻ എന്റെ അമ്മാവനാണ്. ഞാനൊരു പണ്ഡിതനാകാനുള്ള കാരണം, ഞാൻ ഇന്ന് ദർസ് നടത്തുന്നുണ്ടെങ്കിൽ, 4 ആളുടെ മുമ്പിൽ ഇന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ എന്റെ ഉപ്പയും എന്റെ അമ്മാവനുമാണ്. അല്ലാഹ് അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ പള്ളി ഖബർസ്ഥാനിൽ അടുത്തിടെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഓ എന്റെ മുഅ്മിനീങ്ങളെ, നാളേക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? നമ്മൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ഇന്ന് ഖബറിൽ കിടക്കുന്നുണ്ടെങ്കിൽ, ഇന്നിവിടെ ഞാൻ എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം നിങ്ങൾ കേട്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതിന്റെ ഒരു പ്രതിഫലം അങ്ങോട്ട് ഖബറിലേക്ക് അല്ലാഹു തുറന്നു കൊടുത്തിട്ടുണ്ട്. അത് ഇൽമിന്റെ മഹത്വമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതാൻ അമലുഹു ഇല്ലാ മിൻ സലാഹ് ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയായ സദഖ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? പള്ളിക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ആത്മീയമായ മജ്‌ലിസുകൾക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലും പരാജയപ്പെടൂല. നാളെ ഖബറിൽ കിടക്കുമ്പോ ആസ്വദിക്കാമല്ലോ. അതിനേക്കാൾ വലിയൊരു ബിസിനസ് നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് ചെയ്യാൻ കഴിയുമോ? രണ്ടാമത് ഹബീബായ തങ്ങൾ എന്തേ പറഞ്ഞത്? വലദിന സ്വാലിഹിൻ യദഉ ലഹു. അതേ പിതാവിന് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല സ്വാലിഹായ മക്കളെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നാളെ നാളെ ഖബറിൽ കിടക്കുമ്പോ നിങ്ങൾക്ക് രാജാവായി, രാജാത്തിയായി നിങ്ങൾക്ക് വാഴാമെടാ. ഒരു ആലിമായ മോനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? നല്ല ചിട്ടയോടെ ദീനീ ഖിദ്മക്ക് വേണ്ടി, അതേ ദീനീ ഖിദ്മ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രവർത്തകനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? നാളെ നിങ്ങൾക്ക് ഖബറിൽ കിടക്കുമ്പോ സന്തോഷത്തോടെ നിങ്ങൾക്ക് കിടക്കാൻ കഴിയുമല്ലോ. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി. അതേ നാഫിആയ ഇൽമാണ്. ആ ഇൽമു പഠിപ്പിച്ചാലും പഠിപ്പിച്ചു കൊടുത്താലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് പകർത്തി കഴിഞ്ഞാൽ, അതിലൂടെ നിങ്ങൾ ശിഷ്യസമ്പത്തിനെ വാർത്തെടുത്തു കഴിഞ്ഞാൽ, അതിനോട് നല്ല ദുആ ചെയ്യാൻ പറ്റുന്നൊരു സമൂഹത്തെ നിങ്ങൾ വാർത്തെടുത്തു കഴിഞ്ഞാൽ, നാളെ സ്വർഗത്തിലെ രാജാവായി കഴിയാമടാ. അതല്ലേ പലരും അനുഭവിക്കുന്നത്. അല്ലാഹുവേ, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ഖബറെ അല്ലാഹുവേ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസുകളൊക്കെ മിസ്ൽ സവാബ്, എല്ലാ തവണ നടക്കുന്നതിന്റെയും മിസ്ൽ സവാബ് അവർക്കൊക്കെ നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അവസാനിപ്പിക്കുകയാണ്. ഇത് പ്രസവിക്കാൻ വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അമ്മാവൻ മരണപ്പെട്ടു. കാരണം എല്ലാവർക്കും സങ്കടമുള്ളതാണ്. നമുക്ക് മറ്റുള്ള അമ്മാവന്മാർ പോലല്ല. ഉസ്താദ് മുസ്ലിയാർ ഞങ്ങൾ ഓതാൻ പോകാൻ കാരണം ഉസ്താദാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പറയേണ്ട അവസ്ഥ നാട്ടുകാരാണല്ലോ. ഒരാള് ആദ്യമായിട്ട് ഞങ്ങള് ദർസിൽ പഠിച്ച് കിതാബ് വാങ്ങിയിട്ടില്ല, ദർസ് കൊണ്ടാക്കി. ദർസിന്ന് ആദ്യത്തെ ആഴ്ച കിതാബ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആദ്യമൊക്കെ ഓടിച്ചാടി നടക്കുന്ന പലതും ചെയ്തിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ആ ഒരു ഇരുത്തം ഇരുന്നത് ഞങ്ങളെ ദർസിൽ കൊണ്ടാക്കി. ഒന്നാമത്തെ ആഴ്ച മീസാൻ സർഫുൻ നഹ്വ് എന്ന് പറയുന്ന കിതാബ് വാങ്ങിച്ച് ഞങ്ങൾ കടാമ്പ് ഓതുന്ന സമയത്ത് അവർക്ക് കൊണ്ടുവരാൻ വന്നതാണ്. ആ തിരിച്ചു പോകുന്ന വഴിക്കാണ് ബസ് ആക്സിഡന്റ് ആയിട്ട് ഞങ്ങളുടെ കാല് വരുന്നത്. പിന്നെ അതിലൂടെ മറ്റപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തുടക്കം അതായിരുന്നു. ഏതായിരുന്നാലും ഇന്ന് മരണപ്പെട്ടു പോയി. വലിയ സങ്കടമുണ്ട്. ഞങ്ങളിന് ആത്മീയ മജ്‌ലിസാണ്, നമുക്ക് ദുആ ചെയ്യാൻ അവസരങ്ങൾ കൂടുതലാണല്ലോ ഇവിടെ. അതുകൊണ്ടാണ് ഇപ്പം പരിപാടിക്ക് എന്തായാലും നമ്മൾ പരിപാടി അങ്ങനെ അതിൻ്റെതായ രൂപത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞത്. ഏതായാലും ഈ മജ്‌ലിസിലൊക്കെ സവാബ് അവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഈ മജ്‌ലിസിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ടോ അവരുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഞാൻ നാട്ടിൽ ആദ്യത്തെ ഇങ്ങനെ ഒരു പരിപാടിയിൽ ആദ്യമാണ് എനിക്ക് അവസരം ഉണ്ടായിട്ടുള്ളത്. അത് കേൾക്കേണ്ട ആളുകളൊക്കെ മരണപ്പെട്ടു പോയി. അല്ലാഹു അതൊക്കെ ഖബറിൽ കിടന്ന് കാണാനുള്ള അവസരം അല്ലാഹു അവർക്കൊക്കെ നൽകുമാറാകട്ടെ. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.